ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാ എല്ലാ ഭക്തന്മാർക്കും നമ്മളുടെ ഇന്നത്തെ ഈ ചൈതന്യ ചരിതാമൃതം പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഈ മനോഹരമായ ഈ ഒരു അവസരം നമുക്ക് പൂർണ്ണമായും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ശ്രീ ചൈതന്യ മഹാപ്രഭു की जय. ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः. नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने. निर्विशेष शून्यवादी पाश्चात्य देशतारिणे मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरम्. कथाञ्जन स्मृते यस्मिन् ശ്രീ ചൈതന്യം നമാമിതം. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീലയുടെ ആദ്യത്തെ ബുക്കിന്റെ അവതാരിക ഇൻട്രൊഡക്ഷൻ ആണ്. 6ാമത്തെ പേജാണ്. കയ്യിൽ ബുക്കുള്ളവരൊക്കെ എടുക്കാം. ഹരേ കൃഷ്ണ. ജീവാത്മാക്കളായ നാമും ആധ്യാത്മിക ലോകത്തിലെ നമ്മുടെ പ്രവൃത്തികളും അനശ്വരമാണെന്ന് ചൈതന്യ ചരിതാമൃതം പഠിപ്പിക്കുന്നു. പരമ്പൊരുൾ അവ്യക്തിഗതനും അരൂപിയുമാണെന്ന കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന മായാവാദികൾ സാക്ഷാത്കാരം സിദ്ധിച്ച ഒരാത്മാവിന് ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് വാദിക്കുന്നു. പക്ഷേ ഒരുവൻ സാക്ഷാത്കാരത്തിന്റെ യഥാർത്ഥ തലം പ്രാപിക്കുമ്പോഴാണ് വാസ്തവത്തിൽ സംസാരിക്കാൻ ആരംഭിക്കുന്നതെന്ന് കൃഷ്ണഭക്തന്മാർ അഥവാ വൈഷ്ണവർ വാദിക്കുന്നു. മുമ്പ് നമ്മൾ അസംബന്ധങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. വൈഷ്ണവൻ പറയുന്നു, ഇനി നമുക്ക് യഥാർത്ഥ സംഭാഷണം, കൃഷ്ണനെ കുറിച്ചുള്ള സംസാരം ആരംഭിക്കാം. സാക്ഷാത്കാരം സിദ്ധിച്ച ഒരുവൻ മൗനിയായി നിലകൊള്ളുമെന്ന തങ്ങളുടെ കാഴ്ചപ്പാടിന് പിൻബലമേകാനായി മായാവാദികൾ ജലം നിറയ്ക്കാത്ത കുടം ഉണ്ടാക്കുമെന്നും പക്ഷെ അതിൽ ജലം നിറച്ചു കഴിയുമ്പോൾ അതൊരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല എന്നുമുള്ള സാദൃശ്യം ഉപയോഗിക്കുന്നതിൽ പ്രിയമുള്ളവരാണ്. പക്ഷേ നാം ജലകുംഭങ്ങളാണോ? നമ്മെ അവയോട് തുലനം ചെയ്യാൻ എങ്ങനെ കഴിയും? രണ്ട് വസ്തുക്കൾ തമ്മിൽ എത്ര കൂടുതൽ സാദൃശ്യമുണ്ടോ അവയെല്ലാം ഉപയോഗപ്പെടുത്തുക തന്നെയാണ് ഒരു നല്ല ഉപമയുടെ ലക്ഷണം. ഒരു ജലകുംഭം സക്രിയമായ ഒരു ജീവശക്തി അല്ല, പക്ഷേ നാം അതാണ്. നിശബ്ദമായ ധ്യാനം ഒരു ജലകുംഭത്തിന് യോജിച്ചത്. പക്ഷെ തനിക്ക് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് എത്രമാത്രം പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയ ഭക്തന് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ തികയാതെ വരും എന്നതാണ് വാസ്തവം. മറിച്ച് ഒരു വിഡ്ഢിയാണ് താൻ സംസാരിക്കാത്തിടത്തോളം പുകഴ്ത്തപ്പെടുന്നതെന്ന് എഴുതുന്നത്. കാരണം അയാൾ മൗനം ഉപേക്ഷിക്കുന്ന നിമിഷം അയാളുടെ അറിവില്ലായ്മ വെളിച്ചത്താകുന്നു. പരമപുരുഷനെ കീർത്തിക്കുന്നത് മൂലം എത്രയെത്ര അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് ശ്രീ ചൈതന്യ ചരിതാമൃതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ചൈതന്യ ചരിതാമൃതത്തിന്റെ പ്രാരംഭത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എഴുതുന്നു, ഞാൻ എൻ്റെ ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് എൻ്റെ ആദരങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹം ഇവിടെ ശിഷ്യ പരമ്പരയെ സൂചിപ്പിക്കുന്നതിനായി ബഹുവചനം ഉപയോഗിക്കുന്നു. അദ്ദേഹം പ്രണാമങ്ങൾ അർപ്പിക്കുന്നത് സ്വന്തം ആധ്യാത്മിക ഗുരുവിന് മാത്രമല്ല, മറിച്ച് കൃഷ്ണനിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന മുഴുവൻ ഗുരു ശിഷ്യ ശൃംഖലയ്ക്കുമാണ്. അപ്രകാരം ഗ്രന്ഥകർത്താവ് തന്റെ എല്ലാ പൂർവ്വ ആധ്യാത്മിക ആചാര്യന്മാരോടുമുള്ള സർവോന്നത ബഹുമാനം പ്രകടിപ്പിക്കുന്നതിന്
ഗുരുവിനെ ബഹുവചനത്തിൽ സംബോധന ചെയ്യുന്നു. ഗുരു ശിഷ്യ പരമ്പരയ്ക്ക് നമസ്കാരങ്ങൾ അർപ്പിക്കുന്ന ശേഷം ഗ്രന്ഥകാരൻ മറ്റെല്ലാ ഭക്തന്മാർക്കും സാക്ഷാൽ ഭഗവാനും അവിടുത്തെ അവതാരങ്ങൾക്കും ഭഗവാന്റെ വിസ്തരണങ്ങൾക്കും കൃഷ്ണന്റെ ആന്തരിക ശക്തിയുടെ ആവിഷ്കാരങ്ങൾക്കും നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. കൃഷ്ണ ചൈതന്യൻ എന്നും വിളിക്കപ്പെടുന്ന ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഇവയുടെ എല്ലാം മൂർത്തിത്വമാണ്. ഭഗവാനും ഗുരുവും ഭക്തനും അവതാരവും ഭഗവത് ആന്തരിക ശക്തിയും ഭഗവത് വിസ്തരണവും എല്ലാം അവിടുന്ന് തന്നെ. തന്റെ സഹചാരിയായ നിത്യാനന്ദൻ എന്ന നിലയിൽ അവിടുന്ന് ഈശ്വരന്റെ ആദ്യ വിസ്തരണമാണ്. അദ്വൈത ആചാര്യൻ എന്ന നിലയിൽ അവതാരവും ഗദാധരൻ എന്ന നിലയിൽ അന്തരംഗ ശക്തിയും ശ്രീവാസൻ എന്ന നിലയിൽ ഭക്തരൂപത്തിലുള്ള തടസ്ഥ ശക്തിയായ ജീവസത്തയുമാകുന്നു. അതിനാൽ കൃഷ്ണൻ തനിച്ചാണെന്ന് കരുതരുത്. മറിച്ച് അവിടുന്ന് തന്റെ എല്ലാ ആവിഷ്കാരങ്ങളുമൊത്ത് ശാശ്വതമായി നിലനിൽക്കുന്നതിനായി ശ്രീ രാമാനുജാചാര്യൻ വിവരിച്ചിട്ടുള്ളതുപോലെ ശക്തികളും വിസ്തരണങ്ങളും അവതാരങ്ങളും നാനാത്വത്തിലെ ഏകത്വമായി പരിഗണിക്കപ്പെടുന്നു. അതായത് ഈശ്വരൻ ഇവയിൽ നിന്നെല്ലാം വേറിട്ടതല്ല എല്ലാം ചേരുന്നതാണ് ഈശ്വരൻ. ഹരേ കൃഷ്ണ. നമുക്ക് ഇത്ര നേരം വായിച്ചതിൽ നിന്ന് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഓടിച്ചൊന്ന് നോക്കാം. ഹരേ കൃഷ്ണ. നമുക്ക് ഇതിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടു ഭഗവാന്റെ പഞ്ചതത്വ എന്ന വിഷയത്തിനെ കുറിച്ചിട്ട് ഇവിടെ അവതാരികയിൽ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവർക്കും എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ തുടരാം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. നമ്മള് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ചൊല്ലുന്ന ഒരു പഞ്ചതത്വ പ്രണാമ മന്ത്രമാണ്. സാധാരണ എന്ന മന്ത്രം നമ്മൾ ചൊല്ലും എല്ലാ പ്രാവശ്യവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് മുൻപും പ്രണാമ മന്ത്രം പറയുമ്പോഴെല്ലാം. എന്നാൽ നമുക്ക് ഒരു പ്രത്യേക പഞ്ചതത്വ മന്ത്രമുണ്ട്. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഇതിൽ 5 തത്വങ്ങളെ കുറിച്ച് വളരെ തത്വങ്ങളെ കുറിച്ചുമുള്ള രൂപത്തിൽ വന്നിരിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ സ്വയം ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. എന്താണ് ഭക്തന്റെ രൂപത്തിൽ വരാൻ കാരണം? ഭഗവാൻ കൃഷ്ണനും അതായത് കടപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരോടുള്ള കടം ഭഗവാൻ ഒരിക്കലും വീട്ടാൻ സാധിക്കില്ല. ഭക്തന്റെ മനസ്സിൽ എന്താണെന്ന് ഭഗവാന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രമാത്രം അഗാധമായ ഭക്തിയാണ്, സ്നേഹം ഭഗവാനോടാണ് ഭക്തന്മാരുടെ ഹൃദയത്തിൽ. അതുപോലെ രാധാറാണിയുടെ മനസ്സിലും രാധാറാണിയാണ് ഏറ്റവും ടോപ്പസ്റ്റ് ഡിവോട്ടി, ഏറ്റവും ഹയസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഡിവോട്ടിയാണ് ശ്രീമതി രാധാറാണി. അപ്പോ ഭക്തന്റെ മനസ്സില് എങ്ങനെയാണ് എന്താണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി ഞാനൊരു ഭക്തന്റെ രൂപത്തിൽ വരാം. എനിക്ക് എന്താണ് ഒരു ഭക്തന്റെ മനസ്സിലുള്ളത് എന്താണ് എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭക്തന്റെ രൂപത്തിൽ വന്നു. അതാണ് പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്ത രൂപ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഭക്തന്റെ രൂപത്തിൽ അവതരിച്ചതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. സ്വരൂപകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ നിത്യാനന്ദ പ്രഭുവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത് മറ്റാരുമല്ല, ശ്രീ ബലരാമൻ തന്നെയാണ്. അദ്ദേഹവും ഭഗവാന്റെ ഒരു ഭക്തനായിട്ട് തന്നെ വരികയാണ് ഇവിടെ സ്വരൂപക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ത അവതാരം എന്ന് പറഞ്ഞാൽ ശ്രീ അദ്വൈതാചാര്യ, ഭഗവാൻ കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ തന്നെ ഒരു ഇൻകാർണേഷനാണ് ഭക്ത അവതാരം എന്ന് പറയുന്ന അദ്വൈതാചാര്യ. ഭക്ത എന്ന് പറയുന്നത് ഇവിടെ ശ്രീവാസ് ഠാക്കൂറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണി ഒരു റെപ്രസെന്റേറ്റീവ്. ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് ഇത് ശ്രീ നാരദമുനിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നാരദമുനി അവിടെ ഒരു ഭക്തന്റെ രൂപത്തിൽ അവിടെ വന്നിരിക്കുകയാണ്, ഭക്തനായിട്ട് വന്നിരിക്കുകയാണ്.
ഭക്തശക്തികം എന്ന് പറയുന്ന ശ്രീ ഗദാധരെ എക്സ്പാൻഷനാണ് ശ്രീ ഗദാധര പണ്ഡിറ്റ് എന്ന് പറയുന്ന ശ്രീമതി രാധാറാണി എന്ന് പറയുന്ന ഭക്തിയുടെ ശക്തി ഇവിടെ അവതാരം അല്ലെങ്കിൽ ഭക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ ശ്രീ ഗദാധര പണ്ഡിറ്റ് നമാമി ഭക്തശക്തികം എന്ന് പറയുന്ന ആ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ വായിച്ച ആ ലാസ്റ്റ് പാരഗ്രാഫില് അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പഞ്ചതത്വാത്മ തന്റെ എല്ലാ ആവിഷ്കാരങ്ങളും ശാശ്വതമായി നിലനിൽക്കുന്നതായി ശ്രീ രാമാനുജാചാര്യൻ വിവരിച്ചിട്ടുള്ളതുപോലെ, അതായത് ശ്രീ രാമാനുജാചാര്യൻ വിവരിച്ചിട്ടുള്ളതുപോലെ തന്നെ തന്റെ സർവ തത്വങ്ങളുമായിട്ട് അതിലെ എല്ലാ ശക്തിയും ഒരുമിച്ചാണ് ഭഗവാൻ എല്ലായിടത്തും പോകുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മളിവിടെ പഠിക്കുന്ന ഈ പാഠം എന്താണ് പറയുന്നത്? ശ്രീ ചൈതന്യ ചരിതാമൃതം നമ്മൾ കഴിഞ്ഞ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു, നമ്മൾ മൂന്ന് ഗ്രന്ഥങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭു അവിടെ അവതരിച്ച് വരുന്നതിന് മുൻപ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഭഗവത്ഗീതയും ഭാഗവതവും എന്ന് പറയുന്ന രണ്ട് മഹത്തായ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ആ രണ്ട് ഗ്രന്ഥങ്ങളുടെ ഒരു പ്രാധാന്യകത, അതായത് അതിന്റെ അത്രയും ഉള്ള പ്രാധാന്യം കുറെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഇന്റർപ്രിട്ടേഷൻസ് ധാരാളം, ഒരുപാട് അനാവശ്യമായ വിസ്തരണങ്ങൾ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻസ് കമന്ററീസ് വന്നതിന് ശേഷം മിസ് ഇന്റർപ്രിട്ടേഷനോട് കൂടിയുള്ള കമന്ററീസ് വന്നത് കാരണം ഭഗവാന്റെ ഈ ഒരു ഗ്രന്ഥത്തിന്റെ ആവശ്യകത ഏറ്റവും കൂടുതലായി ഉയർന്നു. കാരണം അതിനെ വല്ലാതെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട്, അതായത് ഭഗവത്ഗീതയെയും ഭാഗവതത്തിനെയും വല്ലാതെ ഇന്റർപ്രറ്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് എന്റെ മകളുടെ ക്ലാസ്സിൽ സ്കൂളിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. ആ ക്യാമ്പില് ഒരു മഹാനായ ഒരു വ്യക്തി, കേരളത്തിലെ ഒരു പ്രധാനമായ ഒരു സന്യാസി വര്യനായ ഒരു സന്യാസി തുല്യനായ ഒരു വ്യക്തി ക്ലാസ്സിൽ പറയുകയാണ്, ആത്മദൈവം, അതായത് ദൈവം എന്ന് പറയുന്നത് ഞാൻ സ്വയം ദൈവമാണ് എന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ഞാനിപ്പോ ഓൺലൈൻ മോളെടുത്ത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അവിചാരിതമായത് കേൾക്കാൻ ഇടയായതാണ്. അപ്പൊ ഞാൻ പറയുന്നത് അതിനെ അത്രമാത്രം മിസ് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് തനിക്ക് സ്വയം ഒരു ഭഗവാനാകാൻ സാധിക്കുന്നത്? സോ അങ്ങനെയുള്ള ധാരാളം മിസ് ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ട് അങ്ങ് മൂടിയത് കാരണം ഭഗവത്ഗീതയുടെയും ഭാഗവതത്തിന്റെയും ഒരുപാട് ഇമ്പോർട്ടൻസ് കുറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ പർപ്പസ് നടക്കുന്നില്ല. ആ തത്വം യഥാർത്ഥമായി ഭക്തന്മാരിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആ ഗ്രന്ഥങ്ങൾക്ക് സാധ്യമാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ചൈതന്യ ചരിതാമൃതം ഭഗവാൻ ശ്രീ ചൈതന്യ ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി വന്ന് അവതരിച്ച് തിരിച്ചു പോയതിനു ശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ലീലകൾ അടങ്ങുന്ന ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിന് ഇവിടെ വരാനായി സാധിച്ചത്. ഈ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടി, എങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ? നമ്മളിപ്പോ ഇവിടെ വായിച്ച് കുറെ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ കേൾക്കുന്നു. പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ കേൾക്കണം, എങ്ങനെ നമ്മൾ സ്വീകരിക്കണം, അതിനാണ് സ്വാധ്യായ എന്ന് പറയുന്നത്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സ്വയം അധ്യയനം ചെയ്യണം. നമ്മളെല്ലാം പഠിക്കുകയാണ് വേണ്ടത്. ആ പഠിക്കുന്നതിന് നമുക്ക് 5 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം നമ്മൾ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ. അപ്പൊ ഗ്രന്ഥങ്ങൾ ഓരോന്നും നമ്മൾ വായിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവണം. അങ്ങനെ വേണം നമ്മൾ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ സ്വാധ്യായ എന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രവണം, പിന്നെ മനനം, നിധിധ്യാസനം, പിന്നെ പ്രാർത്ഥന, പഠന, പിന്നെ കീർത്തന. പ്രാർത്ഥന, പിന്നെ പഠന, കീർത്തന. ഇങ്ങനെ പ്രാർത്ഥന ഇടയിൽ വരുന്നതാണ്, പക്ഷെ അതൊരു പോയിന്റ് ആയിട്ട് വരുന്നില്ല, അല്ലാതാണ് 5 ഞാൻ പറഞ്ഞത്. ശ്രവണം, മനനം, നിധിധ്യാസനം, പഠനം, കീർത്തനം എന്ന് പറയുന്ന 5 പോയിന്റ് ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പൊ ഈ 5 പോയിന്റ് നമ്മൾ അറിയുക എന്ന് പറയുമ്പോൾ, ശ്രവണം തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒതന്റിക് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് നമ്മൾ കേൾക്കണം. എല്ലാ ദിവസവും നമ്മൾ ഭഗവാന്റെ യഥാർത്ഥ പരമ്പരയിൽ വരുന്ന, ഇപ്പോ ഇതിൽ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ശ്രീകൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തന്റെ ഗുരുനാഥനെ എന്നല്ല ഉദ്ദേശിച്ചത്, ഗുരുനാഥന്മാരെ
പ്രണമിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊരു പ്ലൂറൽ സെൻസ് ഉപയോഗിക്കാൻ കാരണം, പ്ലൂറലായിട്ട് ഉപയോഗിക്കാൻ കാരണം ധാരാളം ഭഗവാനിൽ നിന്ന് വരുന്ന എല്ലാ പരമ്പരയിൽ വരുന്ന എല്ലാ ഗുരുനാഥന്മാരെയും പ്രണമിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ശ്രവണം എന്ന് പറയുന്നത് അതുപോലൊരു ഒഥന്റിക് ആയിട്ടുള്ള വ്യക്തി, ഇപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി എന്ന് പറയുന്ന ആ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥകർത്താവിന്റെ ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഒഥന്റിസിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ ഒഥന്റിക് ആയിട്ടുള്ള ഒരു വക്താവിന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ ജ്ഞാനം ഉൾക്കൊള്ളേണ്ടത്, അവരിൽ നിന്നാണ് നമ്മൾ കേൾക്കേണ്ടത്. അപ്പൊ അതാണ് ശ്രവണം ശേഷം മനനം. അത് നമ്മൾ നിന്ന് ഓർക്കുക, നമ്മൾ പഠിക്കണം. അതിനെ മനനം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ വീണ്ടും അത് റീകളക്ട് ചെയ്യണം, വീണ്ടും അതിനെക്കുറിച്ച് ഓർക്കണം. നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടംപ്ലേറ്റ് ചെയ്യണം. അത് ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല. ഇത് ഇവൻ അർജുനനോട് പോലും പറഞ്ഞത് എന്താണ്, നീ ഇത് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്ന ഈ ജ്ഞാനത്തിനെ നീ അവലോകനം ചെയ്തിട്ട് നീ നിന്റെ ഇഷ്ടമനുസരിച്ച് അതിനെ ഉപയോഗിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോ ഭഗവാൻ പോലും അതിനെ ഒരിക്കലും ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അനുസരിച്ച് ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അതേപോലെ തന്നെ നീ പാലിക്ക് എന്ന് ഭഗവാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അപ്പോ ഇവിടെ പറയുന്നത് നമുക്കറിയാം, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യമാജ്ഞാതരം മയ വിസ്മൃതസ്യേ അശേഷേണ, അതായത് വിമർശ്യേത അശേഷേണ, അതായത് സ്വയം നീ അവലോകനം ചെയ്യൂ എന്നാ ഭഗവാൻ എന്താ പറയുന്നത്, സ്വയം അവലോകനം ചെയ്ത്, അതായത് സ്വന്തം ഇഷ്ടമായത് ഭഗവാൻ പറഞ്ഞത് അനുസരിച്ച് അതേപോലെ നീ ചെയ്യൂ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഏതാണ് വാക്ക് ഉപയോഗിക്കുന്നത് അവിടെ, വിമർശ്യേത അശേഷേണ യഥ ഇച്ഛസി തഥാ കുരു എന്ന് പറയുന്നത്. നീ സ്വയം അവലോകനം ചെയ്ത് കണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് മനസ്സിൽ അതിനെക്കുറിച്ച് വിമർശിച്ച് എന്താ പറയാ കൂടുതൽ അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ച് ഒരു തീരുമാനമെടുത്തിട്ട് നീ അതനുസരിച്ച് പ്രവർത്തിക്കൂ. യഥാ ഇച്ഛസി തഥാ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ധർമ്മത്തില്, സനാതന ധർമ്മം എന്ന് പറയുന്ന ഈ ധർമ്മത്തില് കൊടുത്തിരിക്കുന്ന ഒരു കംപ്ലീറ്റ് അറ്റ്മോസ്റ്റ് ഫ്രീഡമാണ്. അപ്പോ നിനക്കിഷ്ടമുള്ളതനുസരിച്ച് ചെയ്യാം. അത് ഒരു പരിധിവരെ നമുക്ക് ബെനിഫിറ്റ് തരുന്നുണ്ടെങ്കിലും അത് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് തരും. തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് കഴിയും. പക്ഷെ ആ ഫ്രീഡം തരുന്നതോടുകൂടി തന്നെ ഭഗവാൻ നമുക്ക് നമ്മളുടെ ആ മൈന്യൂട്ട് ഫ്രീഡത്തിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. നമുക്ക് ആ പൂർണ്ണ അധികാരം അതിൽ തന്നിരിക്കുന്നു എന്നുള്ള ഒരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ അതാണ് കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്, നിധിധ്യാസനം എന്ന് പറയുന്നത്. പിന്നെ പഠനം, അതിനെ പിന്നെ നമ്മൾ വായിച്ച് അതിനെ നല്ലതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, വായിക്കണം, വീണ്ടും വായിക്കണം. പിന്നെ കീർത്തനം, പിന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ അങ്ങനെ ഈ ഒരു 5 പോയിന്റ് നമ്മൾ മനസ്സിൽ ഓർക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു സ്വാധ്യായ എന്ന് പറയുന്ന ആ ഒരു പഠനം നടക്കുമ്പോൾ. അപ്പൊ ഇത് നടക്കുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാനമായ കാര്യമാണ് സാധന എന്ന് പറയുന്നത്. ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ സേവ, സംഘ, സദാചാര, ഇങ്ങനെ 3 തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മളുടെ സാധന നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്വാധ്യായം വളരെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്ന ശ്രീ കവിരാജ ഗോസ്വാമി എഴുതിയപ്പം ഈ ചൈതന്യ ചരിതാമൃതം എഴുതാനുള്ള ഒരു സാഹചര്യത്തിനെ കുറിച്ച് ശ്രീ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. അതിനാൽ അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഈ ചൈതന്യ ചരിതാമൃതം എഴുതുന്നതിന് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ച് നമുക്ക് നമ്മുടെ ആചാര്യന്മാർ എഴുതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ പ്രധാനമായി ഉള്ളതെന്ന് പറഞ്ഞാല് ശ്രീ ചൈതന്യ ഒരു ഗ്രന്ഥമുണ്ട്. അത് മുരാരി ഗുപ്ത എന്ന് പറയുന്ന ആചാര്യൻ എഴുതിയ ചൈതന്യ ചരിത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. പിന്നെ ചൈതന്യ മംഗള എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അതാണ് ലോചനദാസ് ഠാക്കൂർ എഴുതിയതാണ്. പിന്നെ ചൈതന്യ ഭാഗവത എന്ന് പറയുന്ന മഹത്തായ, ഓൾമോസ്റ്റ് നല്ല ഫേമസ് ആയ ഒരു ഗ്രന്ഥമാണ് ചൈതന്യ ഭാഗവതം എന്ന് പറയുന്നത്. അത് എഴുതിയത് വൃന്ദാവൻ ദാസ് ഠാക്കൂറാണ്. ഈ വൃന്ദാവൻ ദാസ് ഠാക്കൂർ എഴുതിയ ചൈതന്യ ഭാഗവതം വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. പക്ഷെ അതിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാല് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്യാസ ദീക്ഷ വരെയുള്ള
ഭാഗങ്ങളാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിനുശേഷം അത് എഴുതാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു ബുക്കായി പോകുമോ എന്നൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം തുടർന്ന് അതിനെ എഴുതിയില്ല. സോ അതിനുശേഷം വൃന്ദാവനത്തിലുള്ള ഹരിദാസ് ആരാണ് ഒരു 2-3 ആചാര്യന്മാരുണ്ട്. ഹരിദാസ് പണ്ഡിറ്റ് പിന്നെ മറ്റ് കുറച്ച് ഭക്തന്മാരെല്ലാരും കൂടെ ചേർന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയോട് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എഴുതിയ ഗ്രന്ഥമാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഈ മഹത്തായ ഗ്രന്ഥം. അതിലാണ് മുഴുവൻ ചൈതന്യ ഭാഗവത്തിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിലും മാക്സിമം അതിൽ നിന്നുള്ളതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ആണ് അദ്ദേഹം ഈ ചൈതന്യ ചരിതാമൃതം 3 ഇതായിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് ആദിലീല, മധ്യലീല, അന്ത്യലീല എന്ന് പറയുന്ന 3 ഭാഗങ്ങളായിട്ട് ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഇത് എഴുതുന്നതിന് മുൻപ് കവിരാജ് ഗോസ്വാമി ചെന്ന് രാധാ മദൻ മോഹന ഭഗവാന്റെ മുൻപിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിനോട് അനുഗ്രഹം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാധാ മദൻ മോഹന്റെ ഭഗവാന്റെ കഴുത്തിൽ നിന്ന് ഒരു മാല താഴേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ താഴേക്ക് ആ മാല വന്ന ഉടൻ തന്നെ താഴേക്ക് വീണത് ഉടൻ തന്നെ ആ ടെമ്പിൾ പ്രീസ്റ്റ്, അവിടുത്തെ പൂജാരി കണ്ടിട്ട് ആ മാല എടുത്ത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ കഴുത്തിൽ അണിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കഴുത്തിൽ അണിയിച്ചത് ആ ഒരു മാല വീഴുന്നത് കണ്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മനസ്സിലാക്കി ഇത് വലിയൊരു ഭാഗ്യമാണ്, അത് ഭഗവാന്റെ അനുഗ്രഹമാണ് ആ മാല താഴെ വീഴുന്നതായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹം എഴുതുകയാണ് ഈ ഗ്രന്ഥം എഴുതുന്നത്. അതിനേക്കാൾ ഏറ്റവും അതിശയകരമായ കാര്യം എന്ന് പറയുന്നത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് അന്ന് 90 വയസ്സാണ്. ഈ ഗ്രന്ഥം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് 90 വയസ്സാണുള്ളത്. 90 വയസ്സെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കണ്ണ് കാണില്ല, കേൾക്കാൻ സാധിക്കത്തില്ല, പറയാൻ സാധിക്കത്തില്ല, ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ് 90 വയസ്സെന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ. ആ ഒരു വയസ്സ് സമയത്താണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും വലിയൊരു സ്കോളർലി വ്യക്തിയായിരുന്നു ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ ഹംബിളായിട്ട് ഇത് നിത്യാനന്ദ പ്രഭുവിന്റെയും മറ്റ് വൈഷ്ണവരുടെയും ഭക്തന്മാരുടെ എല്ലാം അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് എഴുതാൻ സാധിച്ചത് എന്നാണ് ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആ ഒരു ഗ്രന്ഥത്തിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇതിന് ഒരു വിധത്തിലും ഇതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുത്തിരുന്നില്ല. അദ്ദേഹം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദിലീലയോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് വീണ്ടും വിശദമായിട്ട് കാണാൻ സാധിക്കും. പ്രഭുരാലീലാമൃത തൈനോ കൈല ആസ്വാദന താൻറ ഭക്ത ശേഷ കിച്ചു കരിയേ ചർവാന. അദ്ദേഹം പറഞ്ഞത്, ഞാന് ഇത് എഴുതുന്നത് എന്തായിട്ടാണ് അദ്ദേഹം ഉപമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ചൈതന്യ ഭാഗവതം എഴുതിയിരിക്കുന്ന അതിനുശേഷം, അതായത് ചൈതന്യ ഭാഗവതത്തിൽ എന്തൊക്കെയാണോ ചവച്ച് മാറ്റി വെച്ചിരിക്കുന്നത് അതിനെ ഞാൻ ഒന്നുകൂടി ചവയ്ക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ അതിനെ ഞാൻ ഒന്നുകൂടി രുചിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞതിന് ആദ്യത്തെ ഭാഗത്താണ്, അതിനുശേഷം അദ്ദേഹം പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ എഴുതുകയാണ്. അപ്പൊ അതിനുശേഷം പറയുന്നു, എനിക്കിത് എഴുതാൻ യാതൊരു യോഗ്യവുമില്ല, ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു സമുദ്രത്തിന്റെ തീരത്ത് നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടി മാത്രമാണ്. ചൈതന്യ ചന്ദ്രേര ലീല ഗംഭീര പ്രവേശ കരിതേന സ്പർശിരാ. The pastimes of Sri Chaitanya Mahaprabhu are just like an unfathomable ocean. It is not possible മധ്യലീല ഭാഗത്തുള്ള ഒരു ശ്ലോകമാണ് ഞാൻ വായിച്ചത്. അതിൽ പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ഞാൻ, അതിന്റെ വെള്ളത്തെ തൊടാൻ മാത്രം ശ്രമിക്കുകയാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാനെ കുറിച്ച് പറയാനായിട്ട് 1000 നാവുള്ള അനന്തന് പോലും സാധിക്കുന്നില്ല. അപ്പോ ഇത് ഭക്തന്റെ അവതാരം. ഞാൻ പറഞ്ഞതുപോലെ കരുണയുടെ മയമാണ്,
അല്ലെങ്കിൽ അത്ര ദയാലുവായിട്ടുള്ള ഒരു അവതാരമാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തീരില്ല. അനേകം കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിയാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഈ ഒരു ഗ്രന്ഥം രചിക്കുന്നത്. വാസ്തവത്തിൽ ചൈതന്യ ചരിതാമൃതം ഒരു തുടക്കക്കാരന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ആത്മജ്ഞാനത്തിന്റെ ബിരുദാനന്തര പഠനമാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇൻട്രൊഡക്ഷനില് ഇവിടെ പറയുന്നത് ഇത് ചൈതന്യ മഹാപ്രഭു കുറിച്ചുള്ള ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു ബിഗിനറിനുള്ള ഒരു പഠനമല്ല. അതാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ബിരുദവും ഒരു ഗ്രാജുവേഷനും, ഭാഗവതം എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷനും, ഇതെന്ന് പറയുന്നത് ഒരു PhD ലെവലിലാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഇവിടെ പറയുന്നത് വാസ്തവത്തിൽ ചൈതന്യ ചരിതാമൃതം ഒരു തുടക്കക്കാരന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ആത്മജ്ഞാനത്തിന്റെ ബിരുദാനന്തര പഠനമാണ്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു PhD സ്റ്റഡി പോലെയാണ് ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം പല സമയങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഭക്തന്മാര് ഒരുപാട് കഠിനമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തൽപരരാണ്. നിസ്സാരമായ കാര്യം പലപ്പോഴും നമ്മൾ കയ്യിൽ നിന്ന് വഴുതിപ്പോകും, അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമായി കാണും. ഭഗവത് നാമജപം കൊണ്ട് മാത്രം ജന്മത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ നമ്മളത് ഒരിക്കലും പൂർണ്ണമായ ഒരു വിശ്വാസത്തിൽ എടുക്കുന്നില്ല. നമുക്ക് പൂർണ്ണമായ വിശ്വാസത്തിൽ അത് എടുക്കാൻ പ്രയാസമാണ്. എന്നാൽ ചൈതന്യ ചരിതാമൃതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഭഗവത് നാമജപം മാത്രം മതി. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സബ്ജക്ട് മാറ്റർ ചൈതന്യ ചരിതാമൃതത്തിലെ ഒരു വിഷയം എന്ന് പറയുന്നത് തന്നെ നാമേർ രുചിയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ നാമേർ രുചി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമത്തിനോട് നമുക്ക് തോന്നുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാമം ജപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എത്തും, എങ്ങനെ നമ്മുടെ ജന്മസാഫല്യം നേടാൻ സാധിക്കും എന്ന് നമുക്ക് ഒരു വിശ്വസിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോയി, പല സ്ഥലങ്ങളിലും പോയി വലിയ വലിയ വഴിപാടുകൾ നടത്തുന്നത്. ധാരാളം ആൾക്കാർ കാണാൻ സാധിക്കുന്നുണ്ട്. അവര് ആ വഴിപാട് നടത്തുന്നു, ഈ വഴിപാട് നടത്തുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. യെസ്, നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ പോർഷനൊക്കെ സ്പോൺസർഷിപ്പും ഒക്കെ കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. എങ്കിൽ പോലും ഭക്തി ഉന്നതിക്ക് വേണ്ടി, ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഉള്ള മാർഗത്തിൽ നമുക്കതെല്ലാം ആവശ്യം. നമുക്ക് ഭഗവത് നാമത്തിനോടുള്ള ശ്രദ്ധയാണ്, അല്ലെങ്കിൽ വിശ്വാസമാണ് ആവശ്യം. നമുക്കറിയാം ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദ് പഠിപ്പിച്ചിരിക്കുന്ന ആദൗ ശ്രദ്ധ സാധുസംഘ ഭജനക്രിയ എന്ന് പറയുന്ന ആ ഓരോരോ സ്റ്റെപ്പിൽ 9 സ്റ്റെപ്പുകളിൽ ഏറ്റവും ആദ്യം പറയുന്നത് ശ്രദ്ധയാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രന്ഥങ്ങളോടുള്ള ശ്രദ്ധയാണ്. നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, ഭഗവാനിലെ വിശ്വാസമുണ്ട്. ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നു, നമ്മളങ്ങനെ പല കാര്യങ്ങൾക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിലും അപ്പം ആ ശ്രദ്ധ എന്ന് പറയുന്നത് ഭഗവാനോടുള്ള വിശ്വാസമല്ല, മറിച്ച് ഗ്രന്ഥങ്ങളോടുള്ള വിശ്വാസമാണ്, വേദശാസ്ത്രങ്ങളോടുള്ള വിശ്വാസമാണ്. മനസ്സിലാക്കിയേ സാധിക്കൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഒരു മനുഷ്യൻ ആരാണ്, എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇവൻ ശ്രീല പ്രഭുപാദ് സ്പെസിഫിക് ആയിട്ട് ഇൻസ്ട്രക്ട് ചെയ്തിട്ട് നമ്മളോട് ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം എസ്പെഷ്യലി വായിക്കുന്ന സമയത്ത് 1-ാമത്തെ സ്കന്ധം, 2-ാമത്തെ സ്കന്ധം, 3-ാമത്തെ സ്കന്ധം, അങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡറിൽ മാത്രമേ വായിക്കാവൂ. കാരണം ആ ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ വായിച്ച് മുമ്പോട്ട് വരുമ്പോഴേ നമുക്ക് അവസാനത്തെ 10-ാമത്തെ സ്കന്ധമായ ഭഗവാന്റെ അവതാരവും ഭഗവാന്റെ രാസലീലയെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അതിനു മുമ്പ് നമ്മൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവില്ല. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പൊസിഷനും മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ ചൈതന്യ ചരിതാമൃതം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതൊരു ബിരുദാനന്തര പഠനമാണ്. ഒരുവൻ ഭഗവത്ഗീതയിൽ നിന്ന് ആരംഭിച്ച ശ്രീമദ് ഭാഗവതത്തിലൂടെ ചൈതന്യ ചരിതാമൃതത്തിലേക്ക് പുരോഗമിക്കുന്നതായിരിക്കും അഭികാമ്യം. ഈ മഹത്തായ ശാസ്ത്രങ്ങളെല്ലാം ഒരേ പരമമായ നിലവാരത്തിലാണെങ്കിൽ പോലും
താരതമ്യ പഠനത്തിന്റെ ദൃഷ്ടിയിൽ ചൈതന്യ ചരിതാമൃതത്തെ സർവോന്നതമായി പരിഗണിക്കപ്പെടുന്നു. ഇതിലെ ഓരോ ശ്ലോകവും തികച്ചും കുറ്റമറ്റതായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ചൈതന്യ ചരിതാമൃതത്തിന്റെ 2-ാം ശ്ലോകത്തിൽ ഗ്രന്ഥകാരൻ ചൈതന്യ മഹാപ്രഭുവിനും നിത്യാനന്ദ പ്രഭുവിനും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹം അവരെ സൂര്യനോടും ചന്ദ്രനോടും ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ഭൗതിക ലോകത്തിലെ അന്ധകാരത്തെ നീക്കം ചെയ്യുന്നു. ഇത്തരുണത്തിലാകട്ടെ ആ സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് ഉദിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ രണ്ടുപേരും, സൂര്യനും ചന്ദ്രനും രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദോ സാഹോദിത്തോ ഗൗഡോദായ പുഷ്പവന്തോ ചിത്രൗ ഛന്ദോ തമോനുദോ. സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അജ്ഞതയുടെ അന്ധകാരം അകറ്റുവാനും അതുവഴി എല്ലാവരിലും അത്ഭുതാനുഗ്രഹങ്ങൾ അരുളുവാനുമായി ഈ സൂര്യചന്ദ്രന്മാർ ഇപ്പോൾ ഗൗഡദേശ ചക്രവാളത്തിൽ ഒരേ സമയം ഉദയമായിരിക്കുകയാണ്. കഴിഞ്ഞ സമയത്ത് ഞാൻ മായാപൂരിൽ ഒരു കോഴ്സ് ചെയ്യാനായി പോവുകയുണ്ടായി. ആ സമയത്ത് ഈ മുഹൂർത്തത്തിനെ കുറിച്ച് വളരെ വിശദമായ ഒരു ക്ലാസ് നമുക്ക് തന്നിരുന്നു. അപ്പൊ എങ്ങനെയാണ് മുഹൂർത്തം നോക്കേണ്ടത്, മുഹൂർത്തത്തിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു പഠനമായിരുന്നു അത്. അതിൽ നമ്മളെ പഠിപ്പിച്ച അദ്ദേഹം പറയുകയുണ്ടായി, അവിടുത്തെ ഒരു ഡയറക്ടറാണ് അദ്ദേഹം നമുക്ക് പറയുകയുണ്ടായി, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നിങ്ങൾക്ക് ആകാശത്ത് കാണാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമായ സമയമാണത്രേ. ഏറ്റവും ബെസ്റ്റ് ഓസ്പീഷ്യസ് ടൈം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും രണ്ടുപേരും ഒരുമിച്ച് ആകാശത്ത് കാണുന്ന ആ ഒരു അവസരം. അപ്പൊ ഇവിടെ ചെയ്തുകൊണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ഗൗഡീയ ദേശത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സോ ദാറ്റ് ഇസ് എ ബെസ്റ്റ് ടൈം. അപ്പൊ അവിടെ ഒരു കാരണവശാലും ഒരു അജ്ഞതയുടെയും അന്ധകാരത്തിന്റെ അവസരമില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ചാൻസേ ഇല്ല എന്ന് ഇവിടെ ഗ്രന്ഥകർത്താവ് നമുക്ക് കാണിച്ചു തരിക. അപ്പൊ അവിടെ ഒരു തരത്തിലും നമുക്കവിടെ അന്ധകാരം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം സൂര്യനുമുണ്ട്, ചന്ദ്രനുമുണ്ട്. സൂര്യനും ചന്ദ്രനും എന്ന് പറയുമ്പോൾ സൂര്യന്റെ പ്രകാശവും ചന്ദ്രന്റെ കുളിർമയും നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചന്ദ്രന്റെ കുളിർമയാണ്, ചന്ദ്രന്റെ കുളിർമ എങ്ങനെ ഭഗവാന്റെ അനുഭവപ്പെടുകയും സൂര്യന്റെ തേജസ് അനുഭവം കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് ഉച്ചയ്ക്ക് വെളിയിലൊക്കെ പോയി നിൽക്കാൻ പ്രയാസമാണ്. പക്ഷെ ആ സമയത്ത് ചന്ദ്രന്റെ കുളിർമ കൂടെ നമുക്ക് അനുഭവപ്പെടാൻ സാധിച്ചാൽ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സമയമായിരിക്കും. അപ്പൊ അന്ധകാരവുമില്ല, ശരീരത്തിന്റെ നമ്മള് ഡെയിലി രാവിലെ പാടാറുള്ളത് പോലെ സംസാരധാവനലലിതലോക പ്രണയകാരുണ്യ ഗണഗണാത്വം. അപ്പൊ ആ സംസാര സാഗരത്തിന്റെ അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്ന ആ അഗ്നിയിൽ, കാട്ടുതീയിൽ നമ്മൾ പെട്ടുകിരിക്കുമ്പോൾ ആ കുളിർമയേകുന്ന മഴ കൂടെ പെയ്താൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ഗുരുവിന്റെ കൃപ എന്ന് നമ്മൾ ആ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഇവിടെ പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് വന്ന് നിൽക്കുന്നു. നമുക്ക് പ്രധാനപ്പെട്ട മഹാലീലകളിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ, ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മധ്യലീല ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ജഗായി മഥായിയുടെ ആ കഥകളൊക്കെ വരുമ്പോ ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ കൃപാലുവാണ് നിത്യാനന്ദ പ്രഭു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അങ്ങനെയുള്ള ഭക്തന്മാരുടെ അസോസിയേഷനോടുകൂടി അവരുടെ ദയ കൊണ്ട് നമുക്ക് ഭക്തിയിൽ മുൻപോട്ട് നമുക്ക് പോകാൻ സാധിക്കും. ശ്രീ ചൈതന്യ മഹാപ്രഭു ചൈതന്യ ചരിതാമൃതത്തിൽ വിശദീകരിക്കുന്ന തന്റെ ഭക്തിയിൽ കൂടി, തന്റെ സംഭാഷണങ്ങളിൽ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഭക്തിയെ ഭക്തി ലതാ ബീജം എന്നാണ് പറയുന്നത്. ഭക്തി ലതാ ബീജം എന്ന് പറഞ്ഞാൽ ചിലക്ക് ക്രീപ്പർ എന്നാണ് പറയുന്നത്. ഒരു ക്രീപ്പറിനോടാണ് ചൈതന്യ മഹാപ്രഭു ഭക്തിയെ ഉപമിച്ചിരിക്കുന്നത്. ഒരു ക്രീപ്പറിനോട് എന്തുകൊണ്ടാണ് ഉപമിക്കാൻ കാരണം? എന്തുകൊണ്ട് ഭക്തി വൃക്ഷ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു വൃക്ഷത്തിനോട് ഭക്തിയെ എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഉപമിക്കാത്തത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അറിയാവുന്നവരുണ്ടെങ്കിൽ കൈ ഒന്ന് ഉയർത്തുക. ഓരോരുത്തരെ വന്ന് പറയാം. എല്ലാവരുടെ മൈക്രോഫോൺ ഓൺ ചെയ്യരുത്, കൈ ഉയർത്തുക. എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഭക്തിയെ ഭക്തി ലതാ ബീജ്, അതായത് ഒരു ക്രീപ്പറിനോട് ഉപമിച്ചത്, ഭക്തി വൃക്ഷ അല്ലെങ്കിൽ ഒരു ട്രീയോട് ഉപമിച്ചില്ല? ആർക്കെങ്കിലും ഒന്ന് കൈ ഉയർത്താമോ? ആരെങ്കിലും പറയാൻ താല്പര്യരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന്, നമുക്ക് സമയം കളയാതെ ഒന്ന് കൈ ഉയർത്താമെങ്കിൽ പെട്ടെന്ന് പറയാൻ സാധിക്കും.
ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ പ്രഭു. പതിതപാവൻ എന്തുകൊണ്ടാണ്? പ്രഭു, ഐ തിങ്ക് നമുക്ക് ഈ ഭക്തി ലത എന്ന് പറയുന്ന ആ ഒരു ഇത് അതെപ്പോഴുമേ പ്രോഗ്രസീവ് ആണ്. വളർന്ന് മുന്നോട്ട് മേളിലോട്ട് വളർന്ന് പോകേണ്ട ഒരു കണ്ടീഷനാണ്. അതുപോലെ നമ്മളുടെ ഭക്തിയും കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ എത്തും വരയ്ക്കും ഈ ഒരു യാത്ര ബ്രേക്ക് ആവുന്നില്ല, ഇല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആവുന്നില്ല. അത് മേലെ എത്തി കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ എത്തുന്നതോട് കൂടി മാത്രമേ. വൃക്ഷം അത്രത്തോളം ഫ്ലവറിഷ് നോർമലി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വെരി സോറി, ഡിസ്കണക്ട് ആയി തോന്നുന്നു. ഇടയ്ക്കൊന്ന് ഡിസ്കണക്ട് ആയി. ഓക്കെ, സോറി ക്ഷമിക്കാം. ഓക്കെ, ആർക്കാർ പറയാനുള്ള എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഉമാ മാതാജി പറഞ്ഞാട്ടെ. മേ ബി അത് ക്രീപ്പർ ആകുമ്പോഴ് അതിനെ സംരക്ഷിക്കണം, വളരെ ശ്രദ്ധയോട് കൂടി അതിനെ സംരക്ഷിക്കണം. Okay, yes, somewhat close by. Okay, still some more. Okay, fine. Thank you so much, Uma Mataji. Thank you so much for your valuable opinion. Where ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? Okay, now I'll say that. So ഇതിന്റെ പ്രധാന റീസൺ ചൈതന്യ മഹാപ്രഭു അതിനെ ഒരു ക്രീപ്പറോട് ഉപമിക്കാൻ കാരണം, ഭക്തി എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രോ വിത്ത് എ സപ്പോർട്ട്. അതായത് മറ്റൊരാളുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ ഭക്തി എന്ന് പറയുന്നത് മുകളിലോട്ട് വളരുകയുള്ളൂ എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാന കാരണം. വൃക്ഷം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന് തനിയെ വളരാൻ സാധിക്കും, പക്ഷെ വൃക്ഷത്തിന്റെ അല്ലെങ്കിൽ മുമ്പോട്ട് വളരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഭക്തി ലത എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രീപ്പറിനോട് ചൈതന്യ മഹാപ്രഭു അതിനെ ഉപമിക്കാൻ കാരണം. എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭക്തൻ എന്നതാണ് വെരി സിമ്പിൾ. ഒരു ഭക്തന്റെ ഭക്തി നമ്മളുടെ ഭക്തി വളരണമെന്നുണ്ടെങ്കിൽ ഭക്തന്മാരുടെ സംഘത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. ഭക്ത സംഘത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഭക്തി വളരാൻ സാധിക്കുകയുള്ളൂ. തനിച്ച് ഭക്തി മാത്രം ഞാൻ മാത്രം വിചാരിച്ചാൽ എന്റെ ഭക്തി വളരും എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ അത് തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ഭക്ത സംഘത്തിന് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതേ കാരണത്തില് മറ്റു വൈഷ്ണവരോട് ചെയ്യുന്ന അപരാധങ്ങളെ നമുക്ക് ഒരിക്കലും the devotees who have dedicated their lives for propagating the holy name of the Lord എന്ന് പറയുന്ന ആദ്യത്തെ നാമാപരാധമായിട്ട് അതിനെ കൊടുക്കാൻ കാരണം ആ ഭക്തന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് വളരുകയുള്ളൂ. ഒരു ആചാര്യന്റെ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് വളരെ സിംപ്ലിഫൈഡ് രീതിയിൽ ഈ അസോസിയേഷൻ ഓഫ് ഡിവോട്ടി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആരോടെങ്കിലും ഒരു വിരോധമുണ്ടെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഭക്തരോട് നമുക്കൊരു വിരോധമുണ്ട്. ആ ഒരു വിരോധം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കുക. ഒരു പക്ഷേ നമ്മൾ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും ഒരു കഥ പറഞ്ഞു തരേണ്ട ഒരു അവസരത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഓർക്കുക, ഈ ഒരു വ്യക്തിയാണ് എന്റെ സമയത്ത് എന്റെ അടുത്തെങ്കിൽ. കാരണം നമുക്ക് ആർക്കും അറിയില്ല നമ്മളുടെ ഒരു ധാരണയുമില്ല, നമുക്ക് അറിയുകയില്ല ഏത് സമയത്ത് എപ്പോൾ എവിടെ എങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന്. അപ്പൊ നമ്മുടെ മനസ്സിൽ വിരോധമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു ഭക്തൻ ഉണ്ടെങ്കിൽ, ആ ഭക്തനാണ് നമ്മളുടെ അടുത്ത് നമ്മൾ മരിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്നതെങ്കിലോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാനാണ് ആ ആചാര്യൻ പറഞ്ഞത്. കാരണം വളരെ സിമ്പിൾ. അപ്പൊ അദ്ദേഹമാണ് എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചെവിയിൽ വന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു തരേണ്ട ആ വ്യക്തിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് വിരോധം വെച്ചാൽ എന്റെ മരണസമയത്ത് അദ്ദേഹമാണ് എൻ്റെ അടുത്തെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ അദ്ദേഹം വിമുഖത കാട്ടിയെങ്കിലോ
എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് ഒരു വ്യക്തിയോടും വൈരാഗ്യം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരോടും നമ്മൾ സൗഹൃദം പുലർത്തിയെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിയുമാകാം നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടത്. എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഒരാളാണ് എൻ്റെ അടുത്ത് വന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം എൻ്റെ ചെവിയിൽ ഓതി തരേണ്ടത് എങ്കിൽ, അത് ഈവനാണ്, ഈ വ്യക്തിയാണ് എങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് ഒരിക്കലും ഒരു വൈരാഗ്യം കാണിക്കരുത് എന്ന ആ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആരും ഒരു ശത്രു ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ വൈഷ്ണവന്മാരെയും നമുക്ക് നല്ല സൗഹൃദം പുലർത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. സോ ഇമ്പോർട്ടൻസ് ഓഫ് വൈഷ്ണവ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഓർക്കുക, ഭക്തിലത എന്ന് പറയുന്നത് ഒരു ക്രീപ്പറാണ്. ആ ക്രീപ്പർ മുൻപോട്ട് വളരണമെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. പതിപ്പാവനെ പറഞ്ഞതും കറക്റ്റ് ആണ്. യെസ്, മുകളിലോട്ട് തന്നെ വളരുന്നതാണ്. മുകളിലോട്ട് വളരണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ദാറ്റ്സ് എ മെയിൻ റീസൺ വൈ ചൈതന്യ മഹാപ്രഭു സെഡ് ദാറ്റ്സ് എ ഭക്തി ലത ഇറ്റ്സ് എ ക്രീപ്പർ എന്ന് പറയുന്നത്. അപ്പോ ഭൗതിക ലോകത്തെ അന്ധകാരം നീക്കം ചെയ്യുന്നു. ഇത്തരത്തിലുള്ളതാവട്ടെ ആ സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് ഉദിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സൂര്യചന്ദ്രന്മാർക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്ന് ശ്രീകൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ അവിടെ ആ ഒരു സമയത്ത് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു കാരണവശാലും അവിടെ അന്ധകാരം ഉണ്ടാവുന്നില്ല. അന്ധകാരം എന്ന് പറഞ്ഞാൽ അജ്ഞതയാകുന്ന അന്ധകാരം. നമുക്ക് എല്ലാവർക്കും കാണാം, അറിയാം. ശ്രീല പ്രഭുപാദ് എഴുതിയ ഏറ്റവും ആദ്യത്തെ ബുക്കിന്റെ പേരെന്താണ്? ശ്രീല പ്രഭുപാദ് എഴുതിയ ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്ത ബുക്ക് ഏത് ബുക്കാണ്? ഏറ്റവും ഫേമസ് ആയിട്ടൊരു മാഗസീൻ ഉണ്ടല്ലോ, ഏതാണ്? മാഗസീൻ അല്ല, വൺസ് ഇൻ 2 months. ഏതാണ്? ശ്രീല പ്രഭുപാദ് പബ്ലിഷ് ചെയ്ത ആദ്യത്തെ ബുക്ക് ഏതാണ്? ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസീൻ. വെരി ഗുഡ്. യെസ് ഉമ്മമാധവൻ. ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസീന്റെ ക്യാപ്ഷൻ എന്താണ്? അതിന്റെ ഹെഡിങ്ങിൽ തന്നെ എഴുതുന്ന ഒരു കാര്യം ശ്രീല പ്രഭുപാദ് ഇങ്ങനെ ഒരു വളഞ്ഞ വരയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് ആർക്കെങ്കിലും പറയാം? ഓർമ്മയുണ്ടോ? Where there is sun, there is no darkness. Yes, very good. Yes, something similar. അതിൽ എഴുതിയിരിക്കുന്നത് കൃഷ്ണ ഈസ് ലൈറ്റ് ആൻഡ് കൃഷ്ണ ഈസ് സൺ ആൻഡ് വേർ there is sun there cannot be nescience. അതായത് ഒരിക്കലും അന്ധകാരം ഉണ്ടാവില്ല. ഭഗവാൻ ഉള്ള സ്ഥലത്ത് അന്ധകാരം ഉണ്ടാവില്ല. അത് അജ്ഞത ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഭഗവാൻ എന്ന് പറയുന്ന പ്രകാശമാണ്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ അജ്ഞത ഉണ്ടാവില്ല, അല്ലെങ്കിൽ അന്ധകാരം ഉണ്ടാവില്ല. അന്ധകാരം എന്ന് പറയുന്നത് ഇസ് ഇഗ്നോറൻസ്. അന്ധകാരം തമസ്സാണ്. തമസ് അജ്ഞതയാണ്. അപ്പൊ ആ അജ്ഞത ഉണ്ടാവാതിരിക്കാൻ അവിടെ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു രണ്ടുപേരും കൂടെ നമുക്ക് കാണിച്ചു തരുന്നത്, തന്റെ ജീവിതത്തിലെ ഓരോരോ സ്റ്റെപ്പിലും അദ്ദേഹം കാണിച്ചു തരുന്നത്. ചൈതന്യ മഹാപ്രഭു ഒന്നും എഴുതി വെച്ചില്ല. ഇപ്പം ഭഗവാന്റെ നിർദ്ദേശം, ഭഗവാൻ പല ആൾക്കാർക്കും പല അവസരങ്ങളിൽ വെച്ച് കൊടുക്കുന്ന ഓരോരോ നിർദ്ദേശങ്ങൾ നമുക്ക് റെക്കോർഡഡ് ആയിട്ടുണ്ട്. ഭഗവത്ഗീത, പിന്നീട് മുമ്പം ഭഗവാൻ കൃഷ്ണന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ അവൈലബിൾ ആണ്. എന്നാൽ ചൈതന്യ മഹാപ്രഭു എഴുതിയ വെറും 8 ശ്ലോകം മാത്രമാണ്. മറ്റെല്ലാം അദ്ദേഹം ജീവിച്ച് കാണിച്ചു തരികയാണ്. എങ്ങനെ ജീവിക്കണം, ഒരു ഭക്തൻ എങ്ങനെ ജീവിക്കണം എന്നതിന് അങ്ങനെ ജീവിച്ച് കാണിച്ചു തന്ന ആ ഒരു അതിന്റെ ലീലകൾ അടങ്ങിയ മഹത് ഗ്രന്ഥമാണ് ഈ ശ്രീ ചൈതന്യ ചരിതാമൃതം. ഇതിന്റെ നമുക്ക് തുടർന്നുള്ള ഭാഗം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ശ്രീ ചൈതന്യ മഹാപ്രഭു की जय, चैतन्य चरितामृतम की, श्री कृष्णदास कविराज गोस्वामी की जय, श्री प्रभुपाद की जय, श्री गुरुदेव की जय. जय गौर सिद्धनाथ प्रेमानंद हरि हरि बोल. हरे कृष्ण കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു പ്രഭുജി, വളരെ നല്ല ക്ലാസ്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ വൈൻഡ് അപ്പ് ചെയ്യാൻ പ്രഭു. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ? ശരി പ്രഭു, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. നന്ദി പ്രഭു.